व्यक्तमिदं न किञ्चिदभवत् प्राक्प्राकृतप्रक्षये मायायां गुणसाम्यरुद्धविकृतौ त्वय्यागतायां लयं नो मृत्युश्च तदामृतं च समभूत् नानो न रात्रे स्थितिस्तत्रैकस्त्वमशिष्यधा किल परानन्दप्रकाशात्मना व्यक्ताव्यक्तमिदं न किञ्चिदभवत् प्राक्प्राकृतप्रक्षये मायायां गुणसाम्यरुद्धविकृतौ त्वय्यागतायां लयं नो मृत्युश्च तदामृतं च समभूत् नानो न रात्रे स्थितिस्तत्रैकस्त्वमशिष्यधा किल परानन्दप्रकाशात्मना വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവൽ പ്രാകൃതപ്രക്ഷയേ. മുൻപ് ഈ പ്രപഞ്ചം ഭഗവാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം ആരംഭിക്കുന്നത്. പ്രാകൃതപ്രക്ഷയേ, ആദ്യകാലത്ത് അവ്യക്തം വ്യക്തം വ്യക്താവ്യക്തം വ്യക്താവ്യക്തമായിരുന്നു ഇത്. വ്യക്താവ്യക്തം, സദസത്ത് എന്നീ വാക്കുകളാണ് പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത്. നമുക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി തരുന്നു പ്രകൃതി. പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന മഹാപുരുഷനെ പറ്റിയാണ് വിരാട് രൂപവർണ്ണനയിലൂടെ ഇതാ ഇപ്പോൾ മനസ്സിലാക്കി തരുന്നത്. ന കിഞ്ചിദഭവൽ പ്രാകൃതപ്രക്ഷയേ. കൽപ്പാദികാലത്ത്, പ്രളയകാലത്ത് ഒക്കെ അവനവനിൽ നിന്നുണ്ടാകുന്ന ആ പ്രകൃതി ഭാവത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഭട്ടതിരിപ്പാട് ഈ വരികളിൽ. നോ മൃത്യുശ്ച തദാമൃതം ച. മൃത്യു, അമൃതം, സത്ത്, അസത്ത്, ഉണ്മ, ഇല്ലായ്മ, ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് ഭാവന ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ മഹാപുരുഷനെക്കുറിച്ച് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു ലോകത്തേക്ക് നമ്മെ നാരായണീയം കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രാകൃതപ്രക്ഷയെ വ്യക്താവ്യക്തമിതം. ഈ അവ്യക്തമായ വസ്തുവിൽ നിന്ന് വ്യക്തമായ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ആ ഉണ്മയ്ക്ക്, ആ പ്രകൃതി വിശേഷത്തിന് വിരാട് രൂപവർണ്ണന എന്നാണ് നാമധേയം ചെയ്തിട്ടുള്ളത്. ആ വിരാട് രൂപവർണ്ണനയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. നോ മൃത്യുശ്ച തദാമൃതം ച സമഭവൽ. മൃത്യു, അമൃതം, സത്ത്, അസത്ത്, വ്യക്തം, അവ്യക്തം, ഉണ്മ, ഇല്ലായ്മ, സത്യം, അസത്യം, ഋതം, അനൃതം എന്നീ വാക്കുകൾ നമുക്ക് കൈകാര്യം ചെയ്യാം. പക്ഷേ അവയെക്കുറിച്ച് യഥാർത്ഥത്തിലൊരു ബോധം ഭട്ടതിരിപ്പാടാണ് ഈ വർണ്ണനയിലൂടെ ഉണ്ടാക്കിത്തരണത്. ഈ സ്വരൂപവർണ്ണനയിൽ തത്രൈകസ്ത്വമശിഷ്യഥാഖില മഹാനന്ദപ്രകാശാത്മന. പരാനന്ദപ്രകാശം, ചിൽപ്രകാശം, അവിടെ ഭഗവാൻ മാത്രം, പരംപുരുഷനായ ഭഗവാൻ മാത്രം അവശേഷിച്ചു എന്നാണ്. വേദങ്ങളിൽ ഇതിനാണ് നാ സദാസീൽ, നോ സദാസീൽ എന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞു തരുന്ന വാക്ക്. നോ മൃത്യുശ്ച തദാമൃതം ച സമഭവൽ നാന്ഹ ന രാത്രേ ക്ഷയഃ. രാത്രി പകല് ഈ വക ദ്വന്ദ്വങ്ങളൊന്നും ഇല്ലാത്ത അദ്വൈതാവസ്ഥ. നമുക്ക് അത് ഭാവന ചെയ്യേണ്ടത് എങ്ങനെ എന്ന് ഈ വരികളിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. മായായാം ഗുണസാമ്യരുദ്ധവികൃതവും ത്വയ്യാഗതായാം ലയം. ഭഗവാനിൽ ലയിച്ച വസ്തുക്കൾ, ഭഗവാനിൽ നിന്നും ഉദ്ഭൂതമായി വരുന്ന ആ ഒന്നിൽ നിന്ന് വിടർന്നു വരുന്ന ആ ഭാവമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് സൂചിപ്പിക്കുന്നത്.
ഗുണസാമ്യരുദ്ധ വികൃതവും എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നു. പ്രകൃതിയുടെ ഗുണസാമ്യത ഇല്ലാതായി സമഭാവനയ്ക്ക് വിപരീതമായിട്ട് സാങ്കേതിക പദം ഉപയോഗിച്ച് പറയുന്നത് വിഷമഭാവം എന്നാണ്. സമഭാവം വിഷമഭാവമായപ്പോഴാണ് മായയിൽ ക്ഷോഭം ഉണ്ടായത്. അത് ആ മഹാപുരുഷൻ്റെ സങ്കല്പം കൊണ്ട് ഉണ്ടായി എന്ന് പറയുന്നു. ആ ക്ഷോഭമനുസരിച്ച് ഉണ്ടായതിൻ്റെ വിശദീകരണമാണ് നമുക്കിവിടെ ഈ വർണ്ണനയിലൂടെ കാണാൻ സാധിക്കുന്നത്. പരാനന്ദ് ചിൽപ്രകാശം നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇതാ ഇവിടെ അവതരിപ്പിച്ചു തരുന്നു.